പഴയ സെറ്റപ്പ് മുഴുവൻ പൊളിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഒരു കൺസ്ട്രക്ഷനിലേക്ക് അത് മാറ്റുക. അതൊക്കെ ചലഞ്ചിങ് ആണ്, പക്ഷെ അതാണ് റിയൽ സൈറ്റ് വർക്ക്. ഈ സ്പേസ് എന്ത് തരം സ്പേസ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതെന്തായാലും ഒരു ടിപ്പിക്കൽ ഓഫീസ് പോലെ തോന്നരുത്. ഇതൊരു ക്രിയേറ്റീവ് സ്പേസ് ആണ്, അതിനൊരു ക്രിയേറ്റീവ് വൈബ് ഉണ്ടായിരിക്കണം. പ്ലാൻ ക്ലിയർ ആയിരുന്നു, പക്ഷെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് റിയാലിറ്റി ഹിറ്റ് ചെയ്തു. യുനോ, ടൈറ്റ് ടൈം ലൈൻ, ബഡ്ജറ്റ് ഇഷ്യൂസ്, പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്, എവറിത്തിങ് ചേഞ്ചസ് വെൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ്. ഒരു ക്രിയേറ്റീവ് ഏജൻസി വളരെ വ്യത്യസ്തമായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ പെർഫെക്ഷൻ ആക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമായിരുന്നു. JM Associates അവർ വളരെ നന്നായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കേട്ടു. They really empathized with us. കോക്കനട്ട് മീഡിയ ലാബിൻ്റെ വർക്ക് സ്പേസ് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് ക്ലയൻറ്റിന് നല്ല ക്ലിയർ ആയിരുന്നു. എല്ലാ ഡിസൈൻസും മെറ്റീരിയൽസും നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഫൈനലൈസ് ചെയ്തത്. ലൈറ്റിങ്ങും പെയിൻറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാം എങ്ങനെ ആകണമെന്ന് ക്ലയൻറ്റിന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ ഓൺ ദ ഗോയിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി. സോ നമ്മൾ ഐഡിയാസ് ചിലതൊക്കെ കോംപ്രമൈസ് ചെയ്തു, ചില മെറ്റീരിയൽസ് മാറ്റി, ചില കളർ തീംസ്, ചില വർക്കേഴ്സ്. വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു ഈ എൻ്റയർ പ്രോഗ്രാം. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് വർക്കാവില്ല. കാരണം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഒരു ടീമും വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ടൈമും ഒരു ടൈറ്റ് കോമ്പിനേഷൻ. പക്ഷെ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. ഫിനിഷ് ക്വാളിറ്റി എന്തായിരിക്കണം, ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, ഇതിൻ്റെ ഒരു ഓവറോൾ ഫീൽ, ക്രിയേറ്റിവിറ്റി നല്ലവണ്ണം സ്പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം. ദ ഐഡിയാസ് ഷുഡ് ബി ഓൾവേസ് ഇവോൾവിംഗ് ഫ്രം. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിരുന്ന ജെയിമിന് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ വർക്ക് കണ്ടപ്പോൾ ഐ വാസ് ജെന്യുവിൻലി ഹാപ്പി. ഐ ടോൾഡ് മൈ ടീം ദാറ്റ് അവർ ന്യൂ ക്രിയേറ്റീവ് ഹബ് ഇസ് റെഡി. ഫൈനൽ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കിനും ഹാപ്പി ആയിരുന്നു, അതിൽ വലിയ അഭിമാനം ഉണ്ടായിരുന്നു. ഇനിയും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ JM Associatesന് കോൺഫിഡൻസും ഉണ്ട്, ധൈര്യവും ഉണ്ട്.